എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവര്, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവര് വരാം. രേണു ഞങ്ങൾ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും വരാം കേട്ടോ. ഞങ്ങൾ വന്നിരിക്കും. ആരും വന്നിട്ടില്ല. കൊല്ലം സുധി എന്ന വ്യക്തിയുടെ കുടുംബത്തെയും ആ വ്യക്തിയുടെ മൂത്ത പുത്രനെയും കൊത്തിയിരുന്ന് അവരാധിക്കുന്ന ആ രേണു സുധിയുടെ ഇന്റർവ്യൂ സെക്കൻഡ് പാർട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പൊന്നാര രേണു സുധി നമിച്ചിരിക്കുന്നു. നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ, ഇതൊക്കെ നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. നിങ്ങളെപ്പോലൊരു സ്ത്രീ ഇനി കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി. ഇനി ഉണ്ടാവാനും പോകുന്നില്ല. നിങ്ങൾ ഒരു എന്താ ഒരു പ്രത്യേക സൃഷ്ടിയാണ്, മനസ്സിലായില്ലേ? നിങ്ങളെപ്പോലൊരാളെ ഇനി ദൈവം സൃഷ്ടിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തണം. രേഖപ്പെടുത്താതെ പോകരുത്. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിൽ രേണു സുധി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ മാത്രമല്ല കേട്ടോ വരാറുള്ളത്, വേറെ പല തരത്തിലുള്ള വീഡിയോകൾ, സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, കൂടാതെ ഇപ്പോൾ ബിഗ് ബോസ് നടക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ എല്ലാം കാണാൻ ശ്രമിക്കുക. ഇനി കമ്മിങ് ടു ദ പോയിന്റ്, രേണു സുധി താല്പര്യമുള്ളവർ മാത്രം ഇരുന്നാൽ മതിയേ, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാമേ. ഒരു നിർബന്ധവും ഇല്ല, ആരെ ഞാൻ നിർബന്ധിക്കത്തില്ല, പ്രത്യേകിച്ച് ഈ ചേച്ചിയുടെ വിഷയം ആയതുകൊണ്ട്. എൻ്റെ പൊന്നു ചേച്ചി, എന്തുവാ ഇത്? ചേച്ചിയുടെ ബുദ്ധിയാണോ അതോ ഇന്റർവ്യൂ നടത്തിയ ചാനലുകാരുടെ ബുദ്ധിയാണോ, നടത്തിയ ചാനലുകാരുടെ ബുദ്ധിയാണോ? ആദ്യത്തെ പാർട്ടില് കുത്തിയിരുന്ന് അവരാധിക്കുക, കുത്തിയിരുന്ന്. രണ്ടാമത്തെ പാർട്ടില് ഒരു അനുനയ ചർച്ച എന്നൊക്കെ പറയത്തില്ലേ, ആ മോഡ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ. കൊള്ളാം, കളി കൊള്ളാം. പക്ഷേ എപ്പോഴും പറ്റുന്നത് പോലെ തന്നെ ചേച്ചിയുടെ വായിൽ നിന്ന് ചേച്ചിക്കുള്ള അടി ചേച്ചി തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. മണ്ടത്തരം അതില് ഇപ്പോഴും ഒട്ടും കുറവില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു അസുഖം ഇല്ലേ, ആ അസുഖത്തിൻ്റെ പുറത്ത് എത്രയോ പേർക്ക് നിങ്ങളോട് സഹതാപം തോന്നി. ആ സഹതാപം തോന്നിയ ആളുകളെ പോലും ഒരുമാതിരി വൃത്തികെട്ടവർ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് നിങ്ങൾ സംസാരിച്ച് വെച്ചേക്കുന്നത്. ലിറ്ററലി കേട്ടപ്പം ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് പോലും എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. എന്തിനാ ചേച്ചി, എന്തിനാ ഇങ്ങനെയൊക്കെ ഇരുന്ന്? സ്വന്തം വില അത് നിങ്ങൾ തന്നെ പണ്ടേ കളഞ്ഞതാ. പക്ഷെ ഇപ്പൊ വന്നിരുന്ന് വീണ്ടും നെഗറ്റീവ് റീച്ചിന് വേണ്ടി എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കത് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അതാണ് അതിന്റെ ശരി. ബിസിനസ് ഉണ്ടാക്കിയവര്, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവര് എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല. എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവര്, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവര് വരാം. രേണു ഞങ്ങൾ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും വരാം കേട്ടോ. ഞങ്ങൾ വന്നിരിക്കും. ആരും വന്നിട്ടില്ല. അതായത് ചേച്ചി വയ്യാതെ കിടന്നപ്പോൾ ചേച്ചിയെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവരുടെ കുഴപ്പം എന്താ? അല്ല രേണു സുധി, നിങ്ങളെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവർ, ബിസിനസ് ചെയ്തവർ, അതായത് ഇനാഗുറേഷനൊക്കെ വിളിച്ച ആളുകൾ, അവരെയൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ പറയുന്നത്. അവർ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അടുത്ത ആഴ്ച ഞങ്ങൾ വരാൻ കേട്ടോ, അല്ലെങ്കിൽ അടുത്ത മാസം വരാൻ കേട്ടോ. അവരത് ഒരു എന്താണ്, നോർമലായിട്ട് ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ അയാളെ നമ്മൾ വിളിക്കുമ്പോൾ പറയുന്ന രീതിയിൽ നിങ്ങളോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവർ നിങ്ങളെ വന്ന് കാണണമെന്നെന്താ ഇത്ര നിർബന്ധം? അല്ല, നിങ്ങളെ വെച്ച് അവർ ബിസിനസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാശ് ചൊള എറിഞ്ഞു തന്നിട്ടില്ലേ? അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ പോയേക്കുന്നത്. നിങ്ങളെ വെച്ച് കച്ചവടം നടത്തിയവര് പൈസ തന്നിട്ടില്ലേ? അവിടെ കഴിഞ്ഞു ആ ബന്ധമൊക്കെ ചേച്ചി. പിന്നെ ആളുകൾ ഇങ്ങനെ പലതും പറയും, ആളുകൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് ചേച്ചി അങ്ങോട്ട് ഇരിക്കാൻ മറ്റുള്ളവരെ നോക്കി ഇരിക്കുവാണോ ചേച്ചി? മറ്റുള്ളവർ പറയുന്നതും കേട്ടിട്ടാണോ നിങ്ങൾ ചാടാൻ നിൽക്കുന്നത്, തുള്ളാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എല്ലാം അതേപോലെ അവരങ്ങ് സാധിച്ചു തരുവാണെന്നാണോ നിങ്ങളുടെ ഒരു വിശ്വാസം? എന്നെ വെച്ച് ബിസിനസ് ചെയ്തവരൊന്നും തിരിഞ്ഞു നോക്കിയില്ലെന്ന്. നിങ്ങളെ വെച്ച് ബിസിനസ് ചെയ്തവര് അവര് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങളെ ഓരോരുത്തരും മറ്റേ ഇനാഗുറേഷനും മറ്റേ ദുബായിക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. അല്ലാതെ വേറൊന്നിനും അല്ല. നിങ്ങളോട് മറ്റേ സ്നേഹം അങ്ങോട്ട് മൂത്തിട്ട് ഒന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിവരക്കേടുകൾ ഇരുന്ന് പറയില്ല നിങ്ങൾ. പ്രതീക്ഷിക്കാത്ത ആളുകളാണ് എന്നെ കാണാൻ വന്നത്. സീമാജി നായരൊക്കെ എന്നെ കാണാൻ സത്യമായിട്ട് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയവരൊക്കെ വന്നത്. സീമ ചേച്ചി വന്നിരുന്നു അല്ലേ? ഹോസ്പിറ്റലായിരുന്നു, എന്നെ കാണാൻ അധികം പറ്റില്ല. കാരണം ഐസിയുലായിരുന്നു, ഐസിയുൽ കയറ്റത്തില്ല, ഐസിയുലൊന്നും കയറാൻ പറ്റത്തില്ല. അതിനെന്ത് വിവാദം ഉണ്ടായി ആ സ്ത്രീക്ക്, ആ ചേച്ചിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയോ? ഐസിയു കയറി, അതൊരു AI ആയിരുന്നു ഫോട്ടോ. ഐസിയുല്, മെഡിക്കൽ കോളേജിന്റെ ഐസിയുലൊന്നും ഒരു മനുഷ്യനെയും കയറ്റത്തില്ല. ചേച്ചി ആകെ വരുന്നത്
എൻ്റെ ചേച്ചി ആകെ വരുന്നത് എന്നെ കാണാനും അല്ലാതെ എന്തെങ്കിലും ഫുഡ് തരാനും ബാത്റൂമിൽ പിടിച്ചുകൊണ്ട് പോകാനും വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പോകാനുമാണ് വരുന്നത്. അവർ ആശുപത്രി വന്നെന്നുള്ള എന്നെ കണ്ടിട്ടില്ല. ചേച്ചി ഞാൻ എനിക്ക് വേണ്ട സഹായം ചെയ്യും. ബാക്കി കേൾപ്പിക്കാം. സീമാജി നായർ അവർ നിങ്ങളെ വന്ന് കണ്ടുപോയി, അത് അവർക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അതും കൂടെ ഒന്ന് എടുത്തു പറയണം. അല്ലെങ്കിൽ അപ്പുറം ഇരിക്കുന്ന ഇന്റർവ്യൂവർ കുട്ടി അതും കൂടി ഒന്ന് ചോദിക്കണമായിരുന്നു കേട്ടോ. അത് ചോദിക്കാൻ മറന്നുപോയി കുട്ടി. സീമ ചേച്ചി തന്നെ പറഞ്ഞായിരുന്നേ, പറ്റിപ്പോയി, വേണ്ടായിരുന്നു. കാരണം അതിന് മാത്രം ആ ചേച്ചി അനുഭവിച്ചു. രേണുവിനെ കണ്ടില്ല, അവിടെ ചെന്നു, ഒരു വിവരം അറിഞ്ഞപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ചെന്നു, അല്ലെങ്കിൽ ഐസുവിൻ്റെ പുറത്ത് ചെന്നു. അതിൻ്റെ പേരിൽ അകത്ത് കടന്നിരുന്ന ആള് വന്ന ആളെ വെച്ച് ഒരു AI ഫോട്ടോയൊക്കെ ക്രിയേറ്റ് ചെയ്ത് നാട്ടുകാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഓക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ സന്തോഷം എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ സീമ ചേച്ചി എന്തിനാ പിന്നെ വന്നിരുന്നിട്ട് പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കേണ്ട? അവർക്കൊരു ഖേദം തോന്നിപ്പോയി. സഹായം ചെയ്തതിനെ പോലും അവർക്ക് പിന്നെ ആ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു സംഭാഷണം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ആരാ എത്തിച്ചത്? ഞങ്ങളൊക്കെ തന്നെയാണോ? ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും കേട്ടോ. എല്ലാം നാട്ടുകാരെ നെഞ്ചത്തോട്ട് അങ്ങത്തോട്ട് തരരുത്. സ്വന്തം കയ്യിരിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇപ്പം ചേച്ചി ആ ഒരു സമയത്ത് കിച്ചുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം സ്നേഹിച്ച കുട്ടിയായിരുന്നു അറിയും. കാരണം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ തൊട്ട് അങ്ങോട്ട് പാസവ. കഴിഞ്ഞ ആദ്യത്തെ ഇന്റർവ്യൂ കണ്ടു കാണുമല്ലോ, കുത്തിയിരുന്ന് അവരാധിക്കുന്നു. ഇനി അങ്ങോട്ട് പാസവ, കിച്ചുമോനോടുള്ള പാസം കാണു മേന്ന് വിളിച്ചൊരു കുട്ടിയായിരുന്നു അവൻ. അപ്പം ഞാൻ ഒരുപാട് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു. 2016 ലാസ്റ്റാണ് സൂചേട്ടൻ എനിക്ക്, ഞാൻ അന്നൊക്കെ പാടുമായിരുന്നു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ, എനിക്കിങ്ങനെ തോന്നുന്നു. അന്ന് കിച്ചുവിനെ പറ്റി ഞാൻ അന്ന് പാടുന്ന പാട്ടായിരുന്നു. കിച്ചുവിനെ പറ്റി ഓർക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് സ്നേഹമില്ലെന്ന് പറയുന്നവരോടാ പറയുന്നത്. അന്ന് ഞാൻ ഓർക്കുന്ന പാട്ടായിരുന്നു. രേണു ഇനി ഒരു പാട്ടൊക്കെ പാടാൻ തുടങ്ങുന്നുണ്ട്, കേൾപ്പിക്കാം. അതിനു മുമ്പ് രേണു ഒരു കാര്യം മാന്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. തംബ്നെയിലൊക്കെ ഞാൻ മിസ്ലീഡിങ് ആയിരിക്കും, പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു പരിധി കൂടുതൽ മാന്യമായിട്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ സംസാരിക്കാറുള്ളത്. ചില സമയത്ത് നിങ്ങളുടെ കാട്ടായം കാണുമ്പോൾ കയ്യിൽ നിന്ന് പോയി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലും തെറിയൊന്നും പറയാറില്ല, അനാവശ്യമായിട്ട് നിങ്ങളൊന്നും പറയാറില്ല. പക്ഷേ മാന്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരു മകൻ, ആ മകൻ്റെ പ്രായം വെച്ച് അവൻ തെറ്റുകൾ ചെയ്യുന്നു. ആരൊക്കെയോ അവനെ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കെതിരെ അവൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സംസാരിക്കുന്നു. അവൻ്റെ പ്രായത്തിൻ്റെ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ അവനെ ഇരുന്ന് അപരാധിച്ച പോലെ ഒരാളും ഒരു രണ്ടാനമ്മയും അപരാധിക്കാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ ആയിട്ട് പലതവണ പറയുന്നുണ്ട്, എന്നെപ്പറ്റി പലരും പലതും പറയുന്നുണ്ടല്ലോ. അവൻ പറയുന്നു, അവൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരൊക്കെ പറയുന്നു, അപ്പം പിന്നെ എനിക്ക് മിണ്ടിക്കൂടെ എന്നൊരു സാധനം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് തീരെ വിവരമില്ല എന്നാണ് നിങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. കാരണം അങ്ങനെ ചോദിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങളെപ്പറ്റി അവർ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു ചെയ്യാൻ നിൽക്കുകയാണോ? ആണോ? വിട്. നിങ്ങളുടെ മോനെ പോലെ നിങ്ങൾ കാണുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്യുമോ? നമ്മുടെ ഒരു ശത്രുവാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളും കുത്തിയിരുന്ന കൊണ്ട് അപരാധിക്കും. ഇത് നിങ്ങൾ വളർത്തിയ മകനെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. സൗണ്ടൊന്നും ശരിയാകത്തില്ല, ഞാൻ പാടാം. കാർത്തിക രാത്രിയിലെൻ കൈക്കുമ്പിളിൽ വീണമുത്തേ പൂത്തതല്ലേ. അങ്ങനെ ഞാൻ നോക്കിയാണ് ആ കൊച്ചിനെ. ആ കൊച്ചാണിപ്പം വലുതായി. പാട്ട് കട്ട് ചെയ്തതാ കേട്ടോ, മൊത്തം കേൾപ്പിക്കാത്തതാണേ. കഴിഞ്ഞപ്പം ക്യാൻസർ ആയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മേ, അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്ര ഇത് പറയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അവനെ പറ്റി. ഞാനെല്ലാം പറയത്തില്ലായിരുന്നു, ഒന്നും പറയത്തില്ലായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലൊതുക്കി. ഇപ്പോൾ ഇത്ര പറഞ്ഞു എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ മാക്സിമം നമ്മളും മനുഷ്യരാണ്, നെല്ലിപ്പലക കണ്ടെന്ന് പറയത്തില്ല, മാക്സിമം ഞാൻ അത്ര സ്നേഹിച്ചൊരു എൻ്റെ ഋതപ്പനെ പോലും ഞാൻ ഇത്ര സ്നേഹിച്ചു. ചേച്ചിയുടെ നെല്ലിപ്പലക പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം എന്തായിരുന്നു? കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യം എനിക്കറിയാം. എന്തിനാ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരാവശ്യമൊന്നും നിങ്ങൾക്ക്?
ഓക്കെ, വീഡിയോ കാണുന്നവർക്കും അറിയാം. നിങ്ങൾ എന്താ ഇതിന് റീസൺ പറയാൻ പോകുന്നത്? നിങ്ങളെ അവരെല്ലാവരും കൂടെ എന്തോ ഒന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുത്തതെന്ന് പറയുമോ? എല്ലാം നിങ്ങളുമായി സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചാ വിഷയങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കല്ലേറ്, ബ്ലോഗേഴ്സ് നിങ്ങളെ പറ്റി വീഡിയോ ചെയ്യുന്നത് എല്ലാം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം മുമ്പ് തീർന്നതാ. ആരും അങ്ങനെ വലുതായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ വന്ന് സംസാരിക്കാൻ വഴി ഒരുക്കി തരുന്നതല്ല ഇത്. എന്തിന്? എന്ത് കാര്യത്തിന്? അല്ല, നിങ്ങൾ എന്ത് വന്ന് സോഷ്യൽ മീഡിയയിൽ കുത്തി മറിഞ്ഞാലും ആരും ഒന്നും മിണ്ടാൻ പാടില്ലേ? അയ്യോ ചേച്ചി, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചേച്ചി, ഉള്ള കാര്യം പറയാലോ. അത് സുധിച്ചേട്ടനറിയാം, എപ്പോഴും പറയാൻ സുധിച്ചേട്ടൻ. അതിന് ഉദാഹരണം ആരും പറയണ്ട. സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് ഫാമിലിയെ കാണിച്ചു, ഞങ്ങളെ കാണിച്ചു. ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. രണ്ടാനമ്മയെന്ന് പറയുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല, അവളുടെ സ്വന്തം മോനെ. അങ്ങനെയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്, ആരും വെച്ച് പറഞ്ഞൊന്നുമല്ല, ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്. അങ്ങനെയാണ് ഞാൻ കൊണ്ടു നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് അവനും അറിയായിരുന്നു. എന്നിട്ടാണ് അവനിപ്പോൾ എല്ലാവരുമായിട്ട് ചേർന്ന് പൈസയ്ക്കോ എന്തോ ആകട്ടെ, എന്തിനും ആണെന്നറിയത്തില്ല, എല്ലാവരും അമ്മേനെ നെഗറ്റീവ് പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടിയോ? അവൻ പൈസയ്ക്ക് വേണ്ടിയാണോ ചേച്ചി? അവൻ എന്താ ചേച്ചി, എന്ത് പൈസയാ ചേച്ചി കിട്ടുന്നത്? എന്ത് പൈസയാ അവന് കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ്റെ ചാനലിലൂടെ 1-2 വീഡിയോ അത്ര അവൻ ഇട്ടിട്ടുള്ളൂ. അല്ല, നിങ്ങൾ ചെയ്യുന്ന കണക്കൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഒന്ന് ശാന്തരായി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു ഓൺലൈൻ മീഡിയയിലൂടെ വന്നിരുന്ന് പിന്നെയും കഥ പറഞ്ഞ് ഇനി അടുത്ത ദിവസം തൊട്ട് കണ്ടോണം അവരുടെ ചാനലിലൂടെ ഇതിന് വന്ന കമൻസിൻ്റെയും ഒക്കെ അവരിരുന്നോണ്ട് സംസാരിക്കാൻ തുടങ്ങും. ഇല്ലേ ചേച്ചി? ചെയ്യത്തില്ലേ? ചേച്ചിയുടെ അത്രയും ഇവിടെ ആരും തരം താഴ്ന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. റീച്ച് ഉണ്ടാക്കുന്ന നമുക്കൊന്നും ചെയ്യാം എന്നായിരിക്കും ഓർത്തത്. ചിലപ്പോ ബിഗ് ബോസിൽ കയറാനായിട്ടുള്ള ഒരു പടിയായിട്ട് കേറട്ടെ, സന്തോഷം. കേറട്ടെ, കേറി വിന്നാകട്ടെ, സന്തോഷം. നമ്മളെന്തായാലും അതിനകത്തൊന്നും കാണാനും പോകുന്നില്ല. കാരണം എനിക്കിവിടെ വയ്യാതെ കിടക്കും, TV ഓൺ ആക്കുന്നില്ല, നമ്മളവിടെ കിടപ്പായിരിക്കും. സന്തോഷമേ ഉള്ളൂ. പക്ഷെ മനസ്സുകൊണ്ട് എന്നും പ്രാർത്ഥന ഉണ്ടായിരിക്കും. കേൾക്കുന്നുണ്ടെങ്കിലും കാണട്ടെ. ഞാൻ അതുപോലെ സ്നേഹിച്ചു. അത് അവനറിയാം എങ്ങനെയാണ് ഞാൻ അവനെ കണ്ടെന്ന്. അത് എനിക്കും അവനും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കിച്ചുവിന്റെ യഥാർത്ഥ പ്രശ്നം സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും? ഒരിക്കലുമല്ല. കാരണം കിച്ചു തന്നെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും ഞാൻ അവനെ അറിയിക്കാതെ ചെയ്തിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായാലും ഒരു വിഷമം വന്നാലും, ഒരു നെഗറ്റീവ് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കിച്ചു ഇത് കണ്ടു, അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവനോട് പറയായിരുന്നു, പങ്കുവെക്കുമായിരുന്നു ഞങ്ങൾ. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞ അന്ന് തന്നെ ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചു. വിളിച്ചിട്ട് കിട്ടത്തില്ല, ചില സമയം അവനെ എടുക്കത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചു, അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. മെസ്സേജ് അയച്ചു, കിച്ചു ഞാൻ ഗുഡ്, അല്ലെങ്കിൽ അവൻ അന്ന് അമ്മേ വേണ്ട, ഞാൻ ചെയ്യത്തില്ലായിരുന്നു. പൊന്നാര ചേച്ചി, അവൻ പറഞ്ഞ ഞാൻ ചെയ്യത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സബ്സ്ക്രിപ്ഷൻ ഓക്കെ, അത് തുടങ്ങുക എന്നല്ലേ നിങ്ങൾ അവനോട് പറഞ്ഞത്? അവനൊന്നും പറഞ്ഞില്ല, ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ ഈ സബ്സ്ക്രിപ്ഷനകത്ത് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇല്ലല്ലോ. അത് കാണുമ്പോൾ ആർക്കാണെങ്കിലും പൊട്ടത്തില്ലേ? അത്രേ ഉള്ളൂ. കൂടുതൽ വെളുപ്പിക്കാൻ ശ്രമിക്കരുത്, വെളുക്കത്തില്ല, കറുത്തോണ്ടിരിക്കത്തേ ഉള്ളൂ. ത്തില്ലായിരുന്നു കിച്ചൂർ അമ്മ ഇത് വേണ്ട, ശരിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പൈസയും മേടിച്ചു കഴിഞ്ഞ് ഈ പൈസ ഫസ്റ്റ് അയച്ചു കൊടുത്തപ്പോ, ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ ആ ഫസ്റ്റ് എമൗണ്ട് അയച്ചു കൊടുത്തപ്പോ എങ്ങനെയല്ല മോനെ അയച്ചു കൊടുക്കുന്നത്? അവൻ ചോദിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓരോന്ന് എന്റെ അക്കൗണ്ടിൽ വരുന്ന കാശ് അനുസരിച്ച് ഞാൻ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിട്ടിയ ഒരു എമൗണ്ട് ആണെന്നും ബോധം ഉണ്ടാവുമല്ലോ കുട്ടിക്ക്. അപ്പൊ പിന്നെ അന്നേരം എന്താ ഇത് വേണ്ടമ്മ, ഇത് ഇതിനകത്തുകൂടി കിട്ടിയതല്ലേ എന്ന് പറയാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മേനെ എന്താണ് കാണാൻ വരാത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഒരു ന്യായം പറയാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു. അമ്മയെ ഹൃദപ്പം കാണുന്നതല്ലേ. അപ്പൊ ഞാൻ ഇത്രയും ആ മെസ്സേജ് അവൻ കാണിച്ചായിരുന്നല്ലോ, സ്ക്രീൻഷോട്ട്. ഞാനിപ്പോ തിരിച്ചയച്ചു, എടാ ഇനി ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. എത്രയോ പേര് കുടുംബത്തിൽ ഓരോ ഇപ്പം ബിക്കിനി ഇട്ട് അഭിനയിക്കുന്ന സ്ത്രീകൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല. പണ്ടേ ഞാൻ പറഞ്ഞില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അമ്മ അങ്ങനൊന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് ഈ മാസം ഈ പൈസ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എന്താ ഇത്രയും തെറികേട്ട് കിട്ടുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയില്ലേ, പൈസ ആയില്ലേ എനിക്ക്?
എത്രയോ പേര് എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട സംഘടന വരെ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞിട്ട് ആരും പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ് എന്താണ് കാര്യങ്ങൾ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വിളിച്ച് തിരക്കിയിട്ടില്ല. ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹം ഇല്ലാണ്ട് ഒരു കുട്ടി വളരുമ്പോ ഒരു ആൺകുട്ടി വളരുമ്പോ അവര് വഴിതെറ്റി പോവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസവും കൂടെ ഒരു വീഡിയോ വന്നല്ലോ, സുധിച്ചേട്ടൻ എന്റെ ഭർത്താവിന്റെ അമ്മയായിട്ട് ഇരുന്നിട്ട്, ഞാനല്ലേ മോനെ കുഞ്ഞിനെ തൊട്ടേ നോക്കിയത്, അമ്മ അല്ലെങ്കിൽ അച്ചമ്മ നോക്കി കുട്ടിയല്ലേ അത്? അല്ലെ, എനിക്ക് 11 വയസ്സ് തൊട്ടല്ലേ കിട്ടിയത്. ഞാൻ നന്നായിട്ട് നോക്കിയില്ല. 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് കുഞ്ഞിനെ തൊട്ട് അവരല്ലേ വളർത്തിയത്, എന്തുകൊണ്ടപ്പം എന്നെ വഴിതെറ്റിപ്പോയി? നിങ്ങൾക്ക് ബോധമുണ്ടോ ആ ചോദ്യം ചോദിക്കാൻ പാടില്ലല്ലോ അല്ലേ? അല്ല, ഇച്ചിരി ബോധമുള്ളവരാരും ചെയ്യുന്ന പരിപാടി അല്ലല്ലോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 11 വയസ്സ് വരെ അവനവൻ്റെ അച്ചാമ്മ നോക്കി, 11 തൊട്ട് 18 വയസ്സ് വരെ നിങ്ങളുടെ കൂടെ. ആ പ്രായത്തിലല്ലേ ചേച്ചി ഏറ്റവും കൂടുതൽ പിള്ളേർ വഴിതെറ്റിപ്പോകുന്ന പ്രായം മൊത്തം അവൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു. നിങ്ങൾക്ക് അവനെ നേരെ ചൊവ്വ നോക്കാനും നേരെ ചൊവ്വ നയിക്കാനും പറ്റിയില്ല, അവൻ വഴിതെറ്റിപ്പോയി. ഇതിൽ കൂടുതൽ മറ്റേ കഥ പറയേണ്ട കാര്യമില്ല. വളർത്തിയ സമയത്ത് 11ാം വയസ്സ് വരെ വളർത്തി. എന്തായാലും ഈ 11 വയസ്സ് വരെ ഒന്നും വേറെ പരിപാടിക്കൊന്നും അവൻ പോകത്തില്ലല്ലോ എന്താണെങ്കിലും. പറ്റുമോ? ഇല്ല. അത് കഴിഞ്ഞ് ആയിരിക്കത്തില്ലേ വേറെ വഴിയിലോട്ടൊക്കെ അവൻ പോയത് നിങ്ങളുടെ കൂടെ ഉള്ള സമയത്ത്. അല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചേച്ചി നിങ്ങൾക്കിത് ചോദിച്ചൂടെ ഈ സാധനത്തിനോട്? ചോദിക്കാൻ പാടില്ലല്ലോ അല്ലേ, വിടുക. പക്ഷെ നമ്മൾ ചോദിക്കും, കാണുന്ന ജനങ്ങൾ ചോദിക്കത്തില്ലേ? ഒന്ന് ചോദിച്ചേക്കണേ ഇവരോട്. ഇവരാരെയാ പൊട്ടനാക്കാൻ നോക്കുന്നത്? ആരെയാ ചേച്ചി നിങ്ങൾ പൊട്ടനാക്കാൻ നോക്കുന്നത്? ജനങ്ങളെയോ? ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എന്താ എന്നെ അച്ചാമ്മ വളർത്തിയതാ? ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അച്ഛമ്മ വളർത്തിയ കുട്ടി എങ്ങനെ അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ഛമ്മ. അവർക്ക് ഒരുപാട് അറിവുള്ളതാണ്. വളർത്തിയ കുട്ടിയല്ലേ, വല്യച്ഛനും വല്യമ്മയും വളർത്തിയ കുട്ടിയല്ലേ, എന്താണ് വഴിതെറ്റിപ്പോയത്? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും കിച്ചുമായിട്ട് രാഹുൽദാസുമായിട്ട് കുറച്ച് ഏജിന് ഡിഫറൻറ്റേ ഉള്ളൂ. ഞങ്ങൾ ഒരു അമ്മ മകരെന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അമ്മയെ എന്താ പറയുക, അത്രയും ഒരു ഏജുള്ള കുട്ടിയെ ഞാൻ സ്വന്തം മോനായിട്ട് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ മനസ്സാലോചിക്കും. എനിക്കെന്ത് കുട്ടികളൊന്നും ഇല്ല. പിന്നെയാണ് കിച്ചു. പിന്നെ ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചതെങ്കിൽ അത് കിച്ചുവിൻ്റെ ആവശ്യപ്രകാരമാണ്. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. എന്ത് ബുദ്ധിമുട്ട് തോന്നാനാ? ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് തോന്നാനാ? ഇനി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ചേച്ചി. സ്വന്തം കൊച്ച് അതിനെ വരെ പറ്റി പറയുന്നത് അവൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ഉണ്ടാവത്തില്ലായിരുന്നെന്ന്. നാണമുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക് ഒരു ഇച്ചിരിയെങ്കിലും? ചേട്ടൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കിച്ചു മാത്രം മതി, ഞാൻ സമ്മതിച്ചാണ്, വേറെ ആരും വേണ്ട. കാരണം കുഞ്ഞിന് വിഷമം. ആ സമയത്ത് എൻ്റെ വീട് അപ്പുവിൻ്റെ സിനിമയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിഷമമായി, ഇവന് വേറെ വിഷമിപ്പിക്കരുതെന്ന് ഓർത്ത്. പക്ഷെ കിച്ചു ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു അനിയനെ വേണം, അതുകൊണ്ട് മാത്രമാണ് ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചേക്കുന്നത്. അപ്പം അവന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ് അമ്മ എന്ന നിലയിൽ. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല അവന്. എത്രയോ പേര് സ്വന്തം മക്കളെ കൊന്നു കുഴിച്ചു മൂടുന്നില്ലേ? ഇല്ലേ? കടലിലെറിഞ്ഞ് കൊല്ലുന്നില്ലേ സ്വന്തം മക്കളെ? ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ വേദനിപ്പിച്ചെങ്കിൽ ആ കുട്ടി അന്നേ പോകത്തില്ലേ, ഈ വളർത്തിയോരുടെ അടുത്ത് പോകത്തില്ലേ? പിന്നെ എന്തിനാണ് സുധിച്ചേട്ടൻ ഈ എൻ്റെ ഭർത്താവ് തൊട്ടിയിട്ട് സ്റ്റേജിന്റെ പുറകിൽ ഒക്കെ ഈ കുഞ്ഞിനെ വളർത്തിയത്, നോക്കിയത്? പല ആർട്ടിസ്റ്റുകളും കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അന്നൊന്നും എനിക്കറിയത്തില്ല ഇവര്. വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? സുധിച്ചേട്ടൻ ഈ വിഷമിച്ച് ഈ മനുഷ്യൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേന് സ്റ്റേജിന്റെ പുറകിൽ എന്തുകൊണ്ട് കിടത്തി ചോദിക്കുന്നു ഞാൻ. അവർക്ക് വളർത്താൻ മേലായിരുന്നോ പൊന്നുപോലെ വളർത്തിയിരുന്നെങ്കിൽ? അപ്പൊ ഇപ്പോഴാണ് ഇതെല്ലാം ആയത്. ഇതൊക്കെ എന്റെ ന്യായങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ചേച്ചിക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ കാരണമാണോ ഇവര് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ ചിത്രക്കറിയാലോ വൻ വിവാദമായിരിക്കും. അവൾ ആ കൊച്ചിനെ ഇട്ട് കൊടുത്തു അല്ല. എനിക്ക് ഒരു മനസ്സുണ്ട്, എനിക്കൊരു വ്യക്തിയുണ്ട്, ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു വാക്കുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ളൊരു ഞാനൊരു വ്യക്തിത്വമാണ്, എനിക്ക് സംസാരിക്കണമെന്നേ. എന്തിനാണ് ഞാൻ മനസ്സിൽ ഇതെല്ലാം മൂടി വെച്ചേക്കുന്നത്? എന്തായാലും എനിക്ക് ക്യാൻസർ വന്നു. രേണുസുതി,
നീ ഇങ്ങനെയുള്ള നിന്റെ സൈഡ് പറയാൻ ഇറങ്ങുമ്പോൾ ഒരാൾ പോലും എന്തുകൊണ്ടാണ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാതെ? അതെന്താ നീ മനസ്സിലാക്കാതെ? അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിനക്കുണ്ടോ? അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ചോദിച്ച ചോദ്യം. നിനക്ക് 22 വയസ്സ്, സോറി നിനക്ക് തെറ്റിപ്പോയേ, നിനക്ക് 34 വയസ്സ്, ആ ചെറുക്കൻ 22 വയസ്സുള്ളൊരു പയ്യൻ. അവൻ വന്ന് കാണിച്ചു കൂട്ടുന്നത്, അവൻ കാണിച്ചു കൂട്ടിയ ഉടനെ ഞാനും കാണിച്ചു കൂട്ടും. എന്ത് വിവരമാണ് നിനക്കുള്ളത്? എനിക്കിനി ട്രീറ്റ്മെന്റ് ചെയ്യണം, എനിക്ക് സംസാരിക്കണം, ഇതിന്റെ ഇടയിൽ ഇനിയും കമന്റ്സ് കാണണം, അതാണ് കാണേണ്ടത്. അവളാ കൊച്ചിനെ ഇട്ടു. നീ അതിനു വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത് അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാ, നീ അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇട്ടുകൊടുത്ത് അവർക്ക് മാത്രം എല്ലാം പറയാം. എന്റെ വീട്ടുകാരെ ഇട്ടുകൊടുത്തില്ലേ? എന്നെ ഇട്ടു തന്നില്ലേ വെറുതെ സോഷ്യൽ മീഡിയയിൽ? അപ്പൊ എനിക്കെന്താ സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? ചേച്ചിയോടുള്ള ആ ഒരു ദേഷ്യം ഋതപ്പനോട് കാണിക്കുന്നുണ്ടോ? അല്ല അവര് നിന്നെ കിച്ചുവും കൊല്ലം സുധിയുടെ കുടുംബമാണോ സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുക്കുന്ന രേണു? നാണമില്ലേ നിനക്കിത് പറയാൻ? നാണമില്ലേ? എത്രയോ കാലമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഡാഡി കൂള് വിളി കേട്ടോണ്ടിരിക്കുന്നവളാ നീ. പുതുമയൊന്നും അല്ലല്ലോ നിനക്കിത്, ആണോ? എന്നിട്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ കിച്ചുവും അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുക എല്ലാ പ്രശ്നത്തിനും കാരണക്കാര്. കഷ്ടം. എനിക്കറിയില്ല, ഇല്ല, ഒരു കോണ്ടാക്ട് ഇല്ല. ഫോർച്ചയ്ക്ക് പറയാനേ രക്തവും മാംസവും ഊറ്റിക്കുടിച്ച ഒരു മനുഷ്യൻ പോലും എല്ലാവരെയും ഇല്ല. എന്നെ ഒന്നും വിളിച്ചു തിരക്കാത്താണ് ക്യാൻസർ. അതാണ് ആ ക്യാൻസർ. ഞാനിപ്പോൾ ആലോചിക്കും, ഇതാണ് ക്യാൻസറിന്റെ ചുരുക്കം. ക്യാൻസർ എന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ ആയ കാലത്ത് എൻ്റെ രക്തവും മാംസവും ഊറ്റിക്കുടിച്ചവർ പോലും വന്നിട്ടില്ല, പക്ഷെ പ്രതീക്ഷിക്കാത്തവർ വന്നു. അതെന്ത് വർത്താനുവാ? അതെന്ത് വർത്താനുവാ? ക്യാൻസറിന് പറയുന്നതാണ് രക്തവും മാംസവും ഊറ്റിക്കൊടിച്ചവർ ഒരാളും വന്നിട്ടില്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്തവർ വന്നിട്ടുണ്ട്. അല്ല, ഈ രക്തവും മാംസവും ഒക്കെ ഊറ്റിക്കുടിച്ചവരെ ആയിരുന്നോ? അവരെയാണോ നീ പ്രതീക്ഷിച്ചിരുന്നത്? അല്ല, നീ തന്നെ പറയുന്നു രക്തവും മാംസവും ഊറ്റിക്കുടിച്ചവർ വന്നില്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വന്നു. ആരാ ഈ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ? കുറച്ച് പേരുകൾ പറയുന്നുണ്ട്, അനുമോള്, ആദില, നൂറ. രക്തവും മാംസവും ഒക്കെ ഊറ്റിക്കൊടുത്തവർ എന്തിനാ വരുന്നത് തേത്തിയുടെ വീട്ടിലോട്ട്? തേത്തിക്ക് പിന്നെ നാളെ വന്നിരുന്ന അത് പറയാനല്ലേ? എന്നെ തെറി പറഞ്ഞവർ അത് ഇപ്പൊ എന്നെ കാണാൻ വരുന്നു. ആ പരിപാടി ഉണ്ടല്ലോ, നടക്കുന്നുണ്ടല്ലോ ഒരു സൈഡിൽ കൂടെ. അത് നേരത്തെ പറയുന്നത് കേട്ടു, എന്നെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയവർ തിരിഞ്ഞു നോക്കിയില്ല. അവർക്കൊന്നും എന്താ വേറെ പണിയില്ലേ? രേണുസുതി, മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ന് കുറവാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? എല്ലാവരുടെയും കുടുംബത്തിൽ അസുഖമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നോക്കാൻ പോവോ? നിങ്ങളെ താങ്ങാൻ വരുമോ? നിങ്ങളെ വെച്ച് കച്ചവടം നടത്തിയെന്നും പറഞ്ഞ് ഈ കച്ചവടത്തിന് നിങ്ങൾക്ക് പൈസ തന്നിട്ടില്ലേ? എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് കഷ്ടമുണ്ട്. ആ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നത്, എന്നെ സ്നേഹിച്ചവർ വന്നു. അതാണ് ക്യാൻസർ. ഇത്ര ഭീകരതയാണ് ക്യാൻസർ. ഇതുപോലെ അതാണടാ ക്യാൻസർ, അതാവണമടാ ക്യാൻസർ. തന്നെ വളരെ ഫേമസ്, കേരളത്തെ കിടുകിട വിറപ്പിച്ചെന്നല്ലോ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഞാൻ ആരാന്നും പറയത്തില്ല, സെലിബ്രിറ്റി, ഒരു കേരളത്തെ പിടിച്ച് കുലിക്കുകയായിരുന്നു ഒരു കാലത്ത്. അവരെന്നെ വിളിച്ച്, ഞാൻ സംസാരിച്ചു. അവർക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുമെന്തോ. അവരെന്നോട് പറഞ്ഞു, നമ്മളുള്ള സമയത്ത് നമുക്ക് സൗന്ദര്യവും നമുക്ക് എല്ലാം ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടരികയും. ഞാൻ പറഞ്ഞു, സത്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ആരൊക്കെ ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അന്ന് നമ്മളെ ഞാനിപ്പം പറഞ്ഞ ആ വാക്ക്, ഇതിന് പകരം ഒരു വാക്കില്ല. എന്ത് വേണം നിങ്ങൾ പൂരിപ്പിച്ചോ? രക്തവും മാംസവും ഉള്ള ഊറ്റി കുടിച്ചവരില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അവരാരും ഇല്ലെന്നെ. എനിക്ക് ഇല്ല. ഈ രക്തവും മാംസം ഊറ്റി കുടിച്ചവരെ എന്തിനു നിങ്ങളുടെ പുറകെ വരണം? ചേടാ, സ്നേഹിച്ചവര് നിന്റെ പുറകെ വന്നില്ല എന്ന് പറഞ്ഞു. നീ സ്നേഹിച്ചവര് നിന്നെ സ്നേഹിച്ചവര് പുറകെ വന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. രക്തവും മാംസവും ഊറ്റി കുടിച്ചവർ എന്റെ പുറകെ വന്നില്ലെന്ന്. എന്താ ചേച്ചി നിങ്ങൾക്ക് വയ്യേ? അല്ലാത്തവരാണ് എന്നെ കാണാൻ വന്നത്, അല്ലാത്തവരാണ് എന്നെ സഹായിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ട്രീറ്റ്മെന്റിന്റെ ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് എന്തായാലും ആകും. ആ എമൗണ്ടിന്റെ സോഴ്സ് വരെ അന്വേഷിക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഹോസ്പിറ്റലിൽ വരെ പോയി. ഞാൻ ഈ ആന്റിബോഡി മേടിക്കുന്ന മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച്. അത് എങ്ങനെയും ആ ക്യാൻസർ വന്ന ആ കൊച്ചു ആരോട് തെണ്ടുന്നില്ല. അത് എങ്ങനെയും
പിന്നെ ചികിത്സിക്കുവോ മരിക്കുവോ ജീവിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഇവനോട് ചെന്ന് തെണ്ടുന്നുണ്ടോ ഇവനോടൊക്കെ? വ്ളോഗർമാരോട്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, എൻ്റെ വളർത്തുമകനോട് ഞാൻ ചോദിച്ചു, ഈ വ്ളോഗർമാർ എന്നെ വിറ്റ് കാശുണ്ടാക്കിയവരുണ്ടല്ലോ അവരോട് ഞാൻ ചോദിച്ചു. ഒരു നേരത്തെ തെണ്ടി ഞാൻ ചോദിച്ചു. ഇന്നും ഈ 3-4-5 മാസമായി ക്യാൻസർ ആയിട്ട് കിടക്കുന്നു. എൻ്റെ വീട് എങ്ങനെ കഴിയുന്നത് ഇവർ ഈ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവരും എന്നെ വെച്ച് ബിസിനസ് ചെയ്യുന്നവരും അന്വേഷിച്ചു? ആരും അന്വേഷിക്കുന്നില്ലല്ലോ. അതെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്. ആരോടും തെണ്ടാനും പോകുന്നില്ല. പിന്നെ എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? എൻ്റെ പൊന്ന് ചേച്ചി, പൊന്ന് ചേച്ചി, പൊന്ന് ചേച്ചി, നിങ്ങളെ വെച്ച് ബിസിനസ് ചെയ്തവരും നിങ്ങളെ മറ്റേ റിയാക്ട് ചെയ്ത് കാശുണ്ടാക്കിയവരും ഒക്കെ പുറകെ വരണമായിരുന്നു അല്ലേ? അതായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. ക്ഷമിക്കുക, എനിക്ക് ആ ആഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല ചേച്ചി, ക്ഷമിക്കുക. ഓക്കെ, കഷ്ടം. ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആരെങ്കിലും കൂടെ നിൽക്കുന്ന ആരെങ്കിലും. ഈ ബ്ലോഗേഴ്സ് ഉള്ളത് കൊണ്ട് തന്നാ ചേച്ചി ഇന്ന് എന്തെങ്കിലും ആയത്, മനസ്സിലായോ? ഈ ബ്ലോഗേഴ്സ് ഉള്ളത് കൊണ്ട്. ഇല്ലെങ്കിൽ ചേച്ചി ഒരു തേങ്ങ ആവത്തില്ലായിരുന്നു. അത് നിങ്ങൾക്കും അറിയാം നല്ല വൃത്തിക്ക്. ഇല്ലേ, നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് നിങ്ങൾ പറയരുത്. തെളിവൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പല ആൾക്കാരോട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ, ഈ ബ്ലോഗേഴ്സിനോട് എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യടാ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? പല ഓൺലൈൻ മീഡിയക്കാരെയും വിളിച്ചു വരുത്താറില്ലേ നിങ്ങൾ? എന്തിനാ? ലൈം ലൈറ്റിൽ നിൽക്കാനല്ലേ, അല്ലാതെ വേറൊന്നിനു വേണ്ടിയിട്ടല്ലല്ലോ. ഒരു മാസമായിട്ട് ഒന്നും നിങ്ങളെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഇല്ലായിരുന്നല്ലോ. എന്തുകൊണ്ട്? നിങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ ഒരു റിയാക്ഷൻകാർ പോലും നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നില്ല. ഒതുങ്ങിപ്പോയി നിങ്ങൾ. ഇപ്പം ഈ ഇൻ്റർവ്യൂ കൊടുത്തു, സംസാരിക്കാൻ തുടങ്ങി വീണ്ടും. അതല്ലേ നിങ്ങളുടെ ആവശ്യം? അതല്ലേ സ്ത്രീയെ? പിന്നെ വന്നിരുന്നിട്ട് കാണുന്നവരെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. കാണുന്നവർക്കെല്ലാം അറിയാം. ഇന്ന് എല്ലാവർക്കും കാര്യം പിടികിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.